കാലങ്ങളൊക്കെയും തീർന്നിട്ടും ചെണ്ടക്കാർ കലികാലം കൊട്ടാൻ തുടങ്ങുമ്പോൾ കതിനക്ക് തീ ഞാൻ കൊളുത്തുന്നു, പിന്നെ കാതുകൾ പൊത്തിപ്പിടിക്കുന്നു. ചില താരങ്ങൾ അങ്ങനെയാണ്. തീർന്നെന്ന് കരുതുമ്പോഴായിരിക്കും അവർ പൂർവാധികം ശക്തിയുടെ മികവ് പ്രകടിപ്പിക്കുക. മികവിൻ്റെ കതിനക്ക് തീ കൊളുത്തുക, പിന്നെ മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് പറയാനും പുകഴ്ത്താനും വാഴ്ത്തുപാട്ടുകൾ പാടാനുമുള്ള അവസരങ്ങൾ നിർലോഭം അങ്ങ് ഉണ്ടാക്കി വെക്കുന്നു. രവീന്ദ്ര ജഡേജയെ നമുക്ക് ഇങ്ങനെ എണ്ണാം. ഈ സീരീസിലെ മാൻ ഓഫ് ദ സീരീസ് ആണ് അദ്ദേഹം. സമകാലികരായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവിചന്ദ്രൻ അശ്വിനുമെല്ലാം കളി ഒഴിഞ്ഞിട്ടും ആ എറയിലെ അവശേഷിക്കുന്ന ഏക താരമാണ് അയാൾ. ഇന്നിതാ അയാൾ ഒരു സീനിയർ എക്സ്പീരിയൻസ്ഡ് പ്ലെയറിൽ നിന്നും എന്താണോ ക്രിക്കറ്റ് പ്രേമികൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ മനോഹരമായി, ആധികാരികമായി, വ്യക്തമായി, മാസായി ഗ്രൗണ്ടിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. എ മാസ്റ്റർ ഓൾറൗണ്ടർ, 6th Test and 8 wickets, player of the match in Ahmedabad, the ever dependable Ravindra Jadeja is adjudged the player of the series. അയാൾ വിരാട് കോഹ്ലിക്കൊപ്പം അണ്ടർ-19 ലോകകപ്പിൽ കളിച്ചിരുന്ന താരമാണ്. അയാൾ ഇന്ത്യക്ക് വേണ്ടി 2009 അരങ്ങേറ്റം കുറിച്ച താരമാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ്. ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാഗമാണ് അയാൾ. ആ പതിറ്റാണ്ട് അയാളുടെ ലോക ക്രിക്കറ്റിലെ ഡൊമിനൻസ് നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ഫീൽഡിങ്ങിനെ വേറെ ലെവലിലേക്ക് എത്തിച്ച താരമാണ് എന്ന് നമ്മൾ കണ്ടതാണ്. എത്രയോ വിധി നിർണായകമായ ഇന്നിങ്സുകൾ കളിച്ച താരമാണ്. സ്റ്റിൽ വിന്നിംഗ് പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ്സ് അറ്റ് 36. ഈ 36ാമത്തെ വയസ്സിലും അദ്ദേഹം പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡ് നേടുകയാണ്. രവീന്ദ്ര ജഡേജ യു ഗോട്ട് എന്ന് തന്നെ പറയാം. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയുടെ താരമായി മാറിയ ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ആദ്യ ടെസ്റ്റിൽ നമുക്കറിയാം 4 വിക്കറ്റും ആ ഇന്നിങ്സിൽ 104 റൺസും നേടിയിരുന്നു. ഒപ്പം മാൻ ഓഫ് ദി മാച്ചും നേടിയിരുന്നു. ഇപ്പോൾ ഇത് അവസാനിച്ച രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗിൽ അവസരം ലഭിച്ചില്ലെങ്കിലും 4 വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി. ഫീൽഡിങ്ങിലും തിളങ്ങിയ അദ്ദേഹം പ്രായം തൻ്റെ പ്രകടനത്തെ ബാധിച്ചിട്ടേ ഇല്ലെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു ഈ സീരീസിൽ കാഴ്ചവെച്ചത്. നമുക്കറിയാം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവിചന്ദ്ര അശ്വിൻ, ചേതേശ്വർ പുജാര ഇങ്ങനെയുള്ള സീനിയർ താരങ്ങൾ വിരമിച്ചതിന് പിന്നാലെ 36 വയസ്സുകാരനായ ജഡേജയ്ക്ക് നേരെയും മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു. ഇദ്ദേഹം ഇനിയും വിരമിക്കാനായില്ലേ എന്ന മട്ടിലായിരുന്നു ആ സമയത്ത് 36-കാരനായ രവീന്ദ്ര ജഡേജയ്ക്ക് നേരെയുള്ള മുറുമുറുപ്പുകൾ. നമുക്കറിയാം കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളി മതിയാക്കിയപ്പോൾ അവർക്കൊപ്പം തന്നെ കളി മതിയാക്കിയ താരമാണ് രവീന്ദ്ര ജഡേജ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ടെസ്റ്റിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം മാത്രം തുടരുകയായിരുന്നു. ഏകദിനത്തിലും രവീന്ദ്ര ജഡേജ ഈ അടുത്ത ലോകകപ്പിൽ കളിക്കണമെന്നുള്ള ആഗ്രഹവുമായി നിൽക്കുകയാണ്.